ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതുപോലത്തെ ഒരു സ്നാക്കാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു അര കപ്പോളം തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, പുളി കുറഞ്ഞ തൈര് വേണ്ടിട്ട് എടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ലെവലിലേക്ക് മാത്രമേ കേട്ടോ മധുരം ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ പഞ്ചസാര എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ ഒരു പഞ്ചസാര ഈ ഒരു തൈരിൽ നല്ല രീതിയിലൊന്ന് യോജിച്ച് വരണം. ആ തൈരിൻ്റെ കട്ടകളൊക്കെ മാറി രണ്ടും പാടെ നല്ലൊരു ക്രീമി പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം തൈരിൽ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റായി ഒരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിലും കൂടെ ഇതിൽ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ആ തൈരിൻ്റെയും പഞ്ചസാരൻ്റെയും ആ ഒരു മിക്സിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന് 1 കപ്പ് പാലാണ്. നമ്മൾ പാല് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കണമെങ്കിൽ അത് നേരിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ആ ഒരു തണുപ്പ് പോയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. പാല് ചേർത്തിട്ട് വീണ്ടും ഇതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക, അപ്പോഴേ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കേക്കിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളൊരു കേക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിലും ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരം കൂടെയാണ്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്ലേവറിനൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1 മിനിറ്റൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇത് ആയി കിട്ടും. അപ്പോൾ മൈദയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിൽ നമുക്ക് ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും കുഴപ്പമില്ല. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, വെറും ഒരു 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ റവ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണോളം കൂടി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബാറ്റർ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഒരു സ്നാക്കിനുള്ള ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് നേരിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു കേക്കിൻ്റെ രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. പക്ഷേ എന്നാൽ കേക്കിൻ്റെ ടിന്നിലൊന്നുമല്ല കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പാനിലാണ്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പുറം വശം ചെറുതായിട്ടൊന്ന് ഗ്ലേസിങ് ആയിട്ട് കിട്ടും. ഇപ്പോൾ അതാ എല്ലാ വശത്തും നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ആ ഒരു പരുവം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ കറക്റ്റ് അളവുകൾ എടുക്കട്ടോ, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ 2-3 തവണ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാന് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തതിന് ശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാന് വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിൽ വെച്ചിട്ടുള്ള പാന് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം വേണം കേട്ടോ അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കടലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഞാനൊരു 15 മിനിറ്റ് നേരം മാത്രം കേട്ടോ വെച്ചിരുന്നത്, അപ്പോഴേക്കും ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് കുത്തി നോക്കാം കുക്കായോ എന്നുള്ളത്. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കാരണം ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ ഒരു സ്റ്റവ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും ഒരുപാട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല സോഫ്റ്റാണ്, അതായത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, 2.5 ടേബിൾ സ്പൂൺ മാത്രം മതി, അതന്നെ നമുക്ക് കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കേണ്ടത്. ആദ്യം തന്നെ തയ്യാറാക്കി വെക്കരുത്. ഇത് ചൂടോടുകൂടെ വേണം നമ്മൾ ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് പാലിലാണ് ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതവിടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാൽ അത്യാവശ്യം കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം കേട്ടോ, വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പാല് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായപ്പോഴത്തേക്കും ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നല്ല രീതിയിൽ കുറുക്കിയെടുക്കരുതേ, ചെറുതായിട്ടൊരു ലൂസ് വേണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കേക്ക് തയ്യാറാക്കിയപ്പോൾ അതിൽ ഫ്ലേവറിനൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിൽക്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നീട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് നല്ല രീതിയിൽ ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. തണുത്തതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിടാം. അപ്പോൾ ഞാനൊരു 5-6 കാഷ്യൂനട്ടാണ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത ബദാം ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണോളം കൂടി ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കണം. ഇത് നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഒരു സ്നാക്ക് 10 മിനിറ്റ് നേരം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഇതിൽ ആ ഒരു കസ്റ്റാർഡ് മിൽക്കൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പുറത്ത് തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റ് നേരം. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.